Roll number 8. Present, sir. Roll number 9. Present, sir. Roll number 10. Roll number 10 Majeesh. അവൻ വന്നില്ലേ? ഇല്ല സാർ, അവന് എന്തിനാണ് രാവിലെ അവന്റെ വേണ്ട വലിഞ്ഞുടിച്ച് കയറിയിരിക്കുന്നേ? അമ്മ, അത് മജീഷിന് ചിക്കൻ ബോക്സാ. അവന് വേപ്പല ഉറക്കാൻ കയറിയതാ. അത് കൊടുത്തിട്ട് പെട്ടെന്ന് നീങ്ങി വരണം. അവിടെ കൂടുതൽ കറങ്ങി കയറി നിൽക്കണ്ട. ആ ശരി അമ്മ. എടാ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എടാ, നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? നിനക്ക് പകരം നീ വെളി പോ. ഇല്ലടാ, എനിക്ക് ഒരു പ്രാവശ്യം ചിക്കൻ ബോക്സ് വന്നയാ, ഇനി വരത്തില്ല. എന്നാ കുഴപ്പമില്ല. അളിയ, ഇന്ന് നീ സ്കൂളിൽ വരണമായിരുന്നു. ഓ, ഇന്ന് ബുധനാഴ്ചയല്ലേ? 2 പീരീഡ് IT. അതാ കണക്ക് സാർ വന്ന് കയറി കാണും. പിന്നെ ലാസ്റ്റ് പീരീഡ് PT അല്ലേ? അതൊന്നും കിട്ടത്തുമില്ല. കിട്ടി? കിട്ടിയോ? എടാ, ഇന്ന് എല്ലാ ദിവസവും പോലെ അല്ലായിരുന്നു. യൂണിഫോമിന്റെ പാന്റ് ഉണങ്ങാത്തത് കൊണ്ട് ഞാൻ കളർ പാന്റ് ഇട്ടോണ്ടാ സ്കൂളിൽ പോയത്. സാറ് വന്നില്ലേ? എടാ, നീരേശോട്ടല്ലേ? യൂണിഫോമിന്റെ പാൻറ്റല്ലേ? PT സാർ ഇന്ന് ലീവാ. അത് മാത്രമല്ല, ഫസ്റ്റ് പീരീഡ്. കുട്ടികളെ, സ്റ്റാഫ് മീറ്റിംഗ് നടക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാരും ഒന്ന് മിണ്ടായിരിക്കണേ. ആ ഓക്കെ സാർ. നീ എനിക്ക് പരീക്ഷയ്ക്ക് കാണിച്ചു തരത്തില്ലല്ലേ? അലക്ക് ചെട്ടി കടപ്പുറത്ത് കളഞ്ഞു കിട്ടി മുഹമ്മദ് കാക്ക ഇട്ട് നോക്കി തുമ്പജാലെ അലക്ക് ചെട്ടി കടപ്പുറത്ത് കളഞ്ഞു കിട്ടി മുഹമ്മദ് കാക്ക ഇട്ട് നോക്കി ഞാൻ ഉള്ളപ്പോ ഒരു ഫ്രീ പീരീഡ് പോലും ഇല്ലായിരുന്നു. ഇതല്ല രസം. ഇന്ന് ഈ IT പീരീഡും പോയി കിട്ടി. എല്ലാരും ഓരോ ബുക്കും എടുത്ത് വരി വരിയായിട്ട് കമ്പ്യൂട്ടർ ലാബിലോട്ട് വെക്കോ. കിട്ടി. എല്ലാരും ചെരിപ്പൂരിട്ടിട്ടേ ലാബിനകത്തോട്ട് കയറാവൂ. സോക്സ് അല്ലേ വണ്ടി. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നേ? എന്തിനാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കമ്പ്യൂട്ടർ ഉണക്കി ഇങ്ങനെ ചെയ്യണം. അണ്ണന്മാരൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, എല്ലാരും കമ്പ്യൂട്ടർ ഓൺ ചെയ്തേ. ഓ, രാവിലെ ഓരോന്ന് ചോറും കെട്ടിക്കൊണ്ട് ഇറങ്ങും. കമ്പ്യൂട്ടർ ഓണാക്കാൻ പോലും അറിയത്തില്ല. പിന്നെ വർഷത്തിൽ ഒരിക്കലും കമ്പ്യൂട്ടർ ലാബ് കാണും. പിന്നെ അങ്ങനെ കമ്പ്യൂട്ടർ ഓണാക്കാൻ ആറാ അവിഞ്ഞ സോസ് അകത്ത് കയറ്റിയത്? ആവശ്യമാ. കഴിഞ്ഞേക്കടാ. വെളിയിൽ പോയി സോക്സ് ഊരി കളഞ്ഞ് കാലും കഴിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. ഇനി കളറടി. പഠിക്കാൻ വന്നാ പഠിക്കണം, പഠിക്കാൻ വന്നാ പഠിക്കണം, പഠിക്കാൻ വന്നാ പഠിക്കാൻ വന്നാ പഠിക്കണം. രണ്ടാം മാർക്കും നല്ലത് കിട്ടിയില്ലേ? അത്യാവശ്യമാ. ആ എടാ, പിന്നെ നമ്മുടെ അംശുവിന്റെ അച്ഛനെ ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. ഒരു സാധനം കാണിച്ചു തരാം. അച്ഛൻ ഗൾഫിൽ നിന്നുണ്ടോന്ന്. ഹായ്, ഗൾഫ് പെട്ടി കണ്ടോ? ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോടാ,
ഈ പെൻസിൽ എടുത്തിട്ട് എടാ പെൻസിൽ പെട്ടാവോ? വെട്ടി കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തുറന്ന് കളയാം. ഇതാണ്ടോ, ഈ ലൈറ്റും കത്തിച്ചാണ് ഞാൻ പഠിക്കുന്നത്. ഹായ് എടാ ആഴ്ച നോക്കടാ. എടാ പെട്ടി മാത്രമേ ഉള്ളൂ, മുട്ടായി ഒന്നും കൊണ്ടുവന്നില്ലേ? അതൊക്കെ ഉണ്ടേ. വാനിച്ചാക്കിയമാര് നിനക്കും വന്നുകൂടായിരുന്നോ? എന്ത് ചെയ്യാനാടാ, നീ കണ്ടില്ലേ? പിന്നെടാ ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എനിക്ക് നല്ല മയക്കം വന്നു. അപ്പം ഞാൻ ഒരു സ്വപ്നം കണ്ട്. എന്ത് സ്വപ്നം? എടാ അത് എടാ അതാണോ? അത് മിക്ക ആണുങ്ങളും കാണുന്നൊരു സ്വപ്നമാ, ഞാനും കണ്ടിട്ടുണ്ട്. ഓ അപ്പം ഞാൻ മാത്രമല്ലല്ലേ ഇങ്ങനത്തെ സ്വപ്നം കാണുന്നേ? ഒരിക്കലുമല്ല. എടാ പിന്നിന്നേ പീറ്റിയും കിട്ടി, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ആ ഇതാർക്കാ? അത് നിനക്ക്. ഇതാർക്കാ? ആകാശിന്. ഇതോ? അത് ആദിശിന്. ഇത് എനിക്ക്. ആ എനിക്ക് ഫസ്റ്റ്, കണ്ണപ്പന് സെക്കൻഡ്, വാസ്കോയ്ക്ക് തേർഡ്, നിനക്ക് ഫോർത്ത്. കഴിഞ്ഞ എനിക്ക് ഫസ്റ്റ്, ആദിശിന് സെക്കൻഡ്, വാസ്കോയ്ക്ക് തേർഡ്, നിനക്ക് ഫോർത്ത്. മനസ്സിലായി. ഇതാർക്കാ? അത് നിനക്ക്. കളിക്കാം വാ. ആ അടിച്ചു കളഞ്ഞ ആൾ തന്നെ പോയി എടുക്കണേ. എങ്ങനെയല്ലോ ആ തെണ്ടി പെട്ടെന്ന് ഔട്ടാക്കണം, ഇല്ല ഈ പീരീഡ് തീരുന്നവരവന്ന് അടിച്ചുകൊണ്ടിരിക്കും. നീ അവൻ്റെ ബാറ്റി കൊള്ളാതെ ബോൾ എറിഞ്ഞു തന്നാൽ മതി, ഞാൻ സ്റ്റംപ് ഔട്ട് ചെയ്യാം. കിട്ടി. ആ ബോളിങ്ങട്. അവൻ്റെ ബോളെ ഫ്രണ്ട് പിച്ചാ, ഇറങ്ങി അടിച്ചാൽ മതി. ഔട്ടേ. ഔട്ടാടാ, അത് ഔട്ടാ. എടാ ചതിയാ. ആ കുട്ടികളെ പിന്നെ അരി വന്നിട്ടുണ്ട്, എല്ലാവരും വൈകിട്ട് അത് മാറ്റിക്കൊണ്ട് വേണം പോവാൻ. ആദിശേ, നീ ആ പോസ്റ്റ് ഉണ്ടോ? ആ പോസ്റ്റ് വരെ ആരാദ്യമേ ഓടി എത്തുന്നോ അവര് ജയിക്കും. തോക്കുന്ന ആൾ അരി ജയിക്കുന്ന ആൾക്ക് കൊടുക്കണം. മത്സരത്തിനുണ്ടോ? റെഡി സെറ്റ് ഗോ. എന്നിട്ട് നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിന്റെ അരിയും പോയി, തലയും പോയി. എടാ ഒരു ദിവസമല്ലടാ ഞാൻ വരാമെന്നുള്ളൂ, എന്തൊക്കെയാടാ സ്കൂളിൽ നടക്കുന്നത്? ആ പിന്നെ ക്ലാസ്സിലൊക്കെ എന്നെ ആരെങ്കിലും തിരക്കോടാ? ആ പിന്നെ തിരക്കാതെ. നീ എന്ത് പറഞ്ഞേ? എനിക്ക് ചിക്കൻ ബോക്സ് ആണെന്നല്ലേ പറഞ്ഞേ? ആ റോൾ നമ്പർ 10 മജീഷ്, അവൻ വന്നില്ലേ? ഇല്ല സാർ, അവന് വയറിളക്കുക. എടാ ഞാൻ കുളിച്ച്, എനിക്ക് ചിക്കൻ ബോക്സ് മാറി. ആ നീ നാളെ സ്കൂളിൽ വരത്തില്ലേ? ഇല്ലടാ, ഞാൻ നാളെ ചിലപ്പോൾ ലീവായിരിക്കും. എന്തൊരു ചോദിച്ചില്ല, ചിക്കൻ ബോക്സ് പിന്നെയും വരുമോ?